നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നാം എന്തായിരുന്നാലും ഈ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറി 2 റക്അത്ത് നമസ്കരിച്ചിരിക്കുന്നവരാണ്. ആ 2 റക്അത്തിനോടൊപ്പം നിങ്ങൾ ഒന്നുകൊടുത്തതിന്റെ 2 റക്അത്ത് കൂടി കരുതിയാൽ അതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോഴുള്ള തഹയ്യത്ത് നമസ്കാരം, കാണിക്ക നമസ്കാരം, ആ ഒരു 2 റക്അത്തുണ്ട്. ആകെ 2 റക്അത്ത് കൊണ്ട് 6 റക്അത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലം അടിച്ചെടുക്കാൻ പറ്റും. 2 റക്അത്തെ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ, ജുമുഅയ്ക്ക് നിങ്ങൾ കടന്നു വരുമ്പോ, പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ എന്തായിരുന്നാലും ഒന്നുകൊടുത്തിട്ടുണ്ട്. ഒന്നുകൊടുക്കുമ്പോൾ ഒന്നുവിന് ശേഷമുള്ള 2 റക്അത്ത് അഷ്റഫുൽ ഹൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് കയറി വരുമ്പോ ഒരു 2 റക്അത്ത് തഹയ്യത്ത് നമസ്കാരമുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു വന്നു, നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിന ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പസ്വല്പം ശ്രദ്ധ കൊടുത്താൽ ഒരുപാട് സുന്നത്തുകൾ, 100 കണക്കിന് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ 2 റക്അത്ത് വുളൂഇന്റെ സുന്നത്ത് കരുതണം, 2 റക്അത്ത് തഹിയ്യത്തിന്റെ 2 റക്അത്ത് കരുതണം, 2 റക്അത്ത് ജുമുഅയ്ക്ക് മുമ്പുള്ള 2 റക്അത്ത് കരുതണം. ഈ 3 കരുതലോടുകൂടി 6 റക്അത്ത് നമസ്കരിക്കേണ്ട നിങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. നിയ്യത്തിന്റെ അവസരത്തിൽ ഒന്ന് കരുതിയാൽ മതി. 6 റക്അത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നതാണ്. ഈ ജുമുഅ എന്ന് മാത്രമല്ല, ഒരാൾ അസറിനാണ് കടന്നു വന്നത്, അസറിന് മുമ്പുള്ള 2 റക്അത്തിനോടൊപ്പം തഹിയ്യത്തിന്റെയും വുളൂഇന്റെയും നിയ്യത്ത് കരുതിയാൽ 6 റക്അത്ത് കിട്ടും. ഏത് നമസ്കാരത്തിലായിരുന്നാലും അങ്ങനെ തന്നെ. പള്ളിയിലേക്ക് കടന്നു വരുമ്പോ തഹിയ്യത്തിന്റെയും വുളൂഇന്റെയും നമസ്കാരത്തിൽ ആ ഒരു നിയ്യത്ത് കൂടി, പള്ളിയിൽ കിടക്കുമ്പോൾ ഏത് നമസ്കാരമാണോ ആ നമസ്കാരത്തിന് തൊട്ട് മുമ്പുള്ള 2 റക്അത്തിനോടൊപ്പം ഇത് കൂടി കരുതിയാൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഫിഖ് പണ്ഡിതന്മാർ